മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നേടിയ ആധികാരിക വിജയത്തിന്റെ കരുത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് UDF. ആ ഘട്ടത്തിലാണ് UDFിനെയും കോൺഗ്രസിനെയും രാഷ്ട്രീയമായി വേട്ടയാടുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ പ്രതിപക്ഷ നേതാവിനെതിരായ പഴയ ഒരു കേസ് കുത്തിപ്പൊക്കി കേന്ദ്ര അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കം ഒരു രാഷ്ട്രീയ നിക്ഷേപവും രാഷ്ട്രീയ ആയുധവുമാക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് കോൺഗ്രസിന്റെയും UDFിന്റെയും വിലയിരുത്തൽ. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ UDF തീരുമാനമെടുത്തു കഴിഞ്ഞു. കഴമ്പില്ല എന്ന് കണ്ട് ഒരിക്കൽ എഴുതിത്തള്ളിയ കേസ് വീണ്ടും അന്വേഷിച്ച് ഒരു വർഷം മുൻപ് സമർപ്പിച്ച ശുപാർശകൾ ഈ ഘട്ടത്തിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് എന്നാണ് UDF നേതാക്കൾ അടിവരയിട്ട് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ തെളിവില്ലെന്ന വിജിലൻസ് DIGയുടെ കത്ത് ആയുധമാക്കിയാകും സർക്കാരിന്റെ ഉമ്മാക്കിയെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. തൃക്കാക്കര, പാലക്കാട്, നിലമ്പൂർ 3 ഉപതെരഞ്ഞെടുപ്പുകൾ, ആലത്തൂരിലെ നില മെച്ചപ്പെടുത്തിയത്, ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അതിഗംഭീര വിജയം, ഇവയെല്ലാം കോൺഗ്രസിനെയും UDFിനെയും മികച്ച ആത്മവിശ്വാസത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഈ ആധികാരിക വിജയവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു കോൺഗ്രസ്. അതിനിടയിലാണ് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം. പുനർജനി കേസിൽ CBI അന്വേഷണമാകാമെന്ന ശുപാർശ സർക്കാർ പുറത്തുവിടുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ഇനി അങ്ങനെയൊരു നീക്കമുണ്ടായാൽ സർക്കാരിനെ വിമർശന മുന്നിൽ നിർത്താനുള്ള രാഷ്ട്രീയ സാധ്യതകൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. ഇവയെല്ലാം ഉപയോഗിച്ച് സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടുകയാകും പ്രതിപക്ഷത്തിന്റെ രീതി. ഇതിനായി കേന്ദ്ര ഏജൻസികൾക്കെതിരായ സർക്കാരിന്റെയും LDFിന്റെയും പ്രഖ്യാപിത നിലപാട് ചോദ്യം ചെയ്ത് സർക്കാരിനെതിരെ വിമർശന ശരങ്ങൾ എയ്ത് പ്രതിരോധത്തിലാക്കാമെന്ന് കോൺഗ്രസും UDFും കണക്കുകൂട്ടുന്നു. ഇതിനിടയിലാണ് VD സതീഷിനെതിരെയുള്ള ED അന്വേഷണം നിലച്ചുവെന്ന വാർത്തയും പുറത്തുവരുന്നത്. വിജിലൻസ് അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ED പ്രാഥമിക അന്വേഷണം നടത്തിയത്. പരാതിക്കാരിൽ നിന്ന് വിശദമായി മൊഴിയെടുത്ത് 2 വർഷമായി നടന്ന അന്വേഷണത്തിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് വിവരം. തെളിവൊന്നും കിട്ടിയില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം, അതായത് PMLA പ്രകാരം EDക്ക് കേസെടുക്കാനാവില്ല. വിദേശ നാണ്യ വിനിമയ നിയമത്തിന്റെ, അതായത് ഫെമയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെയുള്ള ED അന്വേഷണ സാധ്യത. എന്നാൽ സതീഷിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം വന്നിട്ടില്ലാത്തതിനാൽ ആ അന്വേഷണ വഴിയും അടഞ്ഞു. ഇനിയുള്ള ഏക സാധ്യതയാണ് വിദേശ സഹായ നിയന്ത്രണ ചട്ടപ്രകാരമുള്ള, അഥവാ FCRA പ്രകാരമുള്ള CBI അന്വേഷണം. അതിലും സതീഷിന്റെ പേരിൽ കേസെടുത്ത് അന്വേഷണം നടത്താനാവില്ല. വിദേശ സഹായം സ്വീകരിച്ച മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയാണ് ഇതിൽ അന്വേഷണം നടത്താനാവുക. ഇതിൽ CBI കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ EDക്ക് ECIR രജിസ്റ്റർ ചെയ്ത് കള്ളപ്പണ ഇടപാടുകൾ നടന്നോ എന്ന് അന്വേഷിക്കാം എന്നതാണ് ഇനിയുള്ള ഏക സാധ്യത. സ്വന്തം തെറ്റുകളും തനിക്കെതിരായ ആരോപണങ്ങളും മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി മറ്റുള്ളവർക്കെതിരെ ആരോപണം അഴിച്ചുവിടുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഏകകണ്ഠമായ നിലപാട്. സ്വന്തം കുപ്പായത്തിൽ തെറിച്ച ചെളി മുഖ്യമന്ത്രി മറ്റുള്ളവരുടെ കുപ്പായത്തിലേക്ക് കൂടി തെറിപ്പിക്കുന്നു എന്ന T സിദ്ദീഖിന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. പ്രളയബാധിതർക്ക് കിടപ്പാടം നിർമ്മിച്ചു നൽകാനുള്ള ധനസമാഹരണത്തെ നിയമസാങ്കേതികത്വങ്ങളിൽ കുരുക്കി തെളിവുണ്ടാക്കി കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇടത് സർക്കാരിനെ രാഷ്ട്രീയമായി തിരിഞ്ഞുകുത്തുമെന്ന് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നു. ഒപ്പം പുനർജനി വിവാദം പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഗ്രാഫ് ഉയർത്തുമെന്നും UDFിന്റെ വിലയിരുത്തലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഫാഷിസ്റ്റ് രീതിയിൽ പ്രതിപക്ഷത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് പിണറായി സർക്കാരും എന്ന നരേറ്റീവിലേക്ക് പ്രതിപക്ഷം രാഷ്ട്രീയ പ്രചാരണം എത്തിക്കും. അതോടൊപ്പം തന്നെ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന നരേറ്റീവിന് ബലം പകരാനും ഈ സംഭവം പ്രതിപക്ഷം ഉപയോഗിക്കും. ഇത് CPMനും LDFിനും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അത്ര ചെറുതാകില്ല. ഫലത്തിൽ പുനർജനി കേസ് CBIക്ക് വിടാനുള്ള നീക്കം CPMനെ തന്നെ കൈപൊള്ളിക്കുമെന്ന് സാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ച മുതൽ തൊണ്ടി മുതൽ മോഷണം വരെ നീളുന്ന സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടം ഇതുവഴി മറികടക്കാമെന്നായിരുന്നു സതീഷിനെതിരെ CBI അന്വേഷണ ശുപാർശ പുറത്തുവിട്ടതിലൂടെ സർക്കാരും CPMും മുഖ്യമന്ത്രിയും കണക്കുകൂട്ടിയത്. കോൺഗ്രസിലെ ഭിന്നസ്വരങ്ങൾക്ക് ഇതുപയോഗിച്ച് മൂർച്ച കൂട്ടാമെന്നും CPM കണക്കുകൂട്ടി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഭിന്നസ്വരങ്ങൾ മറന്ന് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി VD സതീഷിനൊപ്പം അണിനിരന്നു. വയനാട്ടിൽ മാധ്യമങ്ങളെ കണ്ട കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം ഇക്കാര്യത്തിൽ
കോൺഗ്രസ് പ്രതിപക്ഷ നേതാവിനൊപ്പമാണ് എന്ന് അടിവരയിടുന്നു. താൻ പേടിച്ചുവെന്ന് പറഞ്ഞേക്കൂ എന്ന സതീഷിന്റെ മറുപടിയാകട്ടെ വിവാദം രാഷ്ട്രീയ ആയുധമാക്കുമെന്ന കൃത്യമായ സൂചനയാണ്. അതേസമയം പുനർജനി പദ്ധതിക്ക് ഫണ്ട് പിരിച്ചതിൽ ക്രമക്കേടുണ്ട് എന്ന ആരോപണത്തിൽ വി.ഡി. സതീഷിനെതിരെ തെളിവില്ല എന്ന വിജിലൻസ് റിപ്പോർട്ടായിരിക്കും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുക. നിയമസഭാ മുന്നൊരുക്കങ്ങൾക്ക് അന്തിമ രൂപം നൽകാനായി വയനാട്ടിൽ കോൺഗ്രസിന്റെ വിശാല നേതൃയോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഈ ഒരു ദിവസം തന്നെ വിജിലൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് പ്രതിപക്ഷത്തിനും ബോധ്യമായി. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കാൻ ലോകം മുഴുവൻ കറങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവിന് മേൽ നിയമലംഘനം ആരോപിക്കുന്നത് പരിഹാസ്യമല്ലേ എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പറവൂർ മണ്ഡലത്തിൽ വി.ഡി. സതീശൻ എം.എൽ.എ പ്രഖ്യാപിച്ച പുനർജനി പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ചാണ് സർക്കാർ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. പക്ഷേ സതീഷിനെതിരെ അഴിമതി തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഡയറക്ടർക്ക് വിജിലൻസ് DIG കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കൈമാറിയ കത്ത് ഇതിനിടെ പുറത്തു വന്നത് സർക്കാർ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി. ഇതോടെ കഴമ്പില്ല എന്ന് കണ്ട് തള്ളിക്കളഞ്ഞ കേസ് രാഷ്ട്രീയ ലാഭത്തിനായി വീണ്ടും കുത്തിപ്പൊക്കുന്നു എന്ന നരേറ്റീവിലേക്ക് പ്രതിപക്ഷം എത്തി. CBI അന്വേഷണ ശുപാർശ പുറത്തുവിടുന്നതിലൂടെ സുപ്രധാന അജണ്ടകളിൽ നിന്ന് മാറി കോൺഗ്രസിലെ ഭിന്നസ്വരങ്ങൾ കത്തിക്കലും ചർച്ച വഴിമാറ്റലുമായിരുന്നു ലക്ഷ്യമെങ്കിലും തെളിവില്ല എന്ന കത്ത് പുറത്തു വന്നതോടെ അതെല്ലാം പൊളിഞ്ഞു. പുനർജനിയുമായി ബന്ധപ്പെട്ട് സതീഷിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിന് തെളിവില്ല. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ സതീശൻ ചെയ്തതായി കണ്ടെത്താനായില്ല എന്നീ കാര്യങ്ങളാണ് കത്തിൽ വ്യക്തമാക്കുന്നത്. വിദേശ സന്ദർശനത്തിന് ശേഷം സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് എന്നും സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല എന്നും വിജിലൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 11 മാസം മുൻപാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നതായി പറയപ്പെടുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് സതീഷിനെതിരെ തെളിവില്ലെന്ന വിജിലൻസ് DIGയുടെ കത്ത് പുറത്തു വരുന്നത്. 2025 സെപ്റ്റംബറിലാണ് വിജിലൻസ് DIG കത്ത് നൽകിയത്. ഇതോടെ CBI അന്വേഷണ ശുപാർശ സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് വ്യക്തമാകുകയാണ്.